വാർഡിലെ പൊയിൽത്തായ വടക്കുംതോട്ടം ക്ഷേത്ര റോഡ് വടകര MLA KK രമ നാടിന് സമർപ്പിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഇതിലൂടെ നാടിന്റെ പതിറ്റാണ്ടിന്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. കണ്ണൂക്കര ടൗണിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. പൂർണ്ണാണെങ്കിൽ MLAയുടെ ഉദ്ഘാടനം പകർത്തി വേഗം പോകേണ്ടതുള്ളത് കൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട വടകരയുടെ MLA ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ആദ്യം തന്നെ പൊയിൽത്താഴ വടക്കുംതോട്ടം ക്ഷേത്ര റോഡ് ഏറെക്കാലത്തെ ഒരു പ്രദേശവാസികളുടെ സ്വപ്നമാണ് ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത്. ഈ വഴി നടക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അമ്പലത്തിലേക്കൊക്കെ പോകേണ്ട വഴി വലിയ പ്രയാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വാർഡ് മെമ്പർ നിരന്തരം സുധീർ എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യമായിരുന്നു ഈ റോഡിൻ്റെ ഫണ്ട് എന്നതിനെ സംബന്ധിച്ച്. ജനപ്രതിനിധികൾ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നാടിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ചെയ്യുമ്പോഴാണ് നമുക്ക് ചാരിതാർത്ഥ്യം ഉണ്ടാവുക. നമ്മൾ തിരഞ്ഞെടുത്തത് തെറ്റിപ്പോയിട്ടില്ല എന്നുള്ള തോന്നലുണ്ടാവുക. തീർച്ചയായിട്ടും 15-ാം വാർഡിലും നിങ്ങൾക്ക് അഭിമാനിക്കാം സുധീർ, കാരണം അനുഭവമുണ്ട്. ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നിരന്തരമായി റോഡിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ വൈകുന്ന സമയത്ത് AS ആകാൻ വൈകുമ്പോൾ TS ആവാൻ വൈകുമ്പോൾ ഓരോ സ്റ്റെപ്പും വിളിച്ചുകൊണ്ടേയിരുന്നു അത് വേഗം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെമ്പർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം റോഡുകളെല്ലാം വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയും 2-3 ഞാനിപ്പം സുധീർ വായിക്കുമ്പോഴാണ് കുറേ MLA ഫണ്ടുകൾ സുധീറിൻ്റെ വാർഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. കുറേ വാർഡുകൾക്കൊന്നും റോഡ് കിട്ടിയിട്ടില്ല. വലിയ ബുദ്ധിമുട്ട്, നമ്മുടെ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് റോഡ് തന്നെയാണ്. നടക്കാനൊരു വഴിയില്ലാത്ത ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുണ്ട്. ഓരോ ആളുകളുടെയും ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്കതിൻ്റെ ദുരിതം മനസ്സിലാവുന്നത്. കാരണം ഒരാൾക്കൊരു അസുഖമാകുമ്പോൾ ഒരു പ്രായമായ ആളുകളെയൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ, പുറത്തേക്ക് പോകാനൊക്കെ ഒരു റോഡ് ഏറ്റവും അനിവാര്യമാണ്. അതില്ലാതെ വരുമ്പോഴാണ് ആ പ്രദേശം മുഴുവൻ ഇരുട്ടിലായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പം അങ്ങനെ ഇരുട്ടിലായി കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഇനിയും ഉണ്ട് എന്നതാണ്. എൻ്റെ അടുത്തൊക്കെ ഓരോ ദിവസവും റോഡിൻ്റെ അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, കുന്നുകൂടി കിടക്കുകയാണ് അപേക്ഷകൾ. പക്ഷേ നമുക്ക് അതുമാത്രം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മതിയായ ഫണ്ടുകൾ ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നവുമുണ്ട്. ഉള്ള ഫണ്ട് എല്ലാ സ്ഥലത്തും കൊടുക്കുക. ഇപ്പം വടകര മണ്ഡലത്തെ 4 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുമാണ്. ഒരു ഏകദേശം 100-120ഓളം വാർഡുകൾ ഉള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ എല്ലായിടത്തും എത്തിക്കുന്നതിലുള്ള ചെറിയ പ്രയാസങ്ങളുമുണ്ട്. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഇതിനോടകം തന്നെ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് നിരവധി പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീജിത്ത് അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് മെമ്പർ സുധീർ മഠത്തിൽ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം ജഹോർ വെള്ളിക്കുളങ്ങര, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P. വത്സൻ, വിഷ്ണു CK, അഷ്റഫ് ചെമ്പോളി, പത്മനാഭൻ NP, അഡ്വക്കേറ്റ് ദേവരാജ്, ശ്രീധരൻ മടപ്പള്ളി, കലാജിത്ത്, ശേഖരൻ NP, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രബലദാസ്, രാജേഷ് മാണിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു.